നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC കഴിഞ്ഞ ദിവസം നടത്തിയ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ പരീക്ഷയ്ക്ക് ചോദിച്ച GK ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനാണ്. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾ LDC, LGS, LP, UP പോലുള്ള പരീക്ഷകൾ എഴുതുന്ന ആൾക്കാർ ഇങ്ങനത്തെ ജനറൽ ക്വസ്റ്റ്യൻസ് എന്തായാലും നോക്കിയിട്ട് പോകണം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഇവിടെ തെറ്റായ ജോഡി തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് AV കുട്ടിമാളു അമ്മയാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അക്കാമ ചെറിയാനെയാണ്. അക്കാമ ചെറിയാൻ. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ബാക്കി മൂന്നെണ്ണം ശരി. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ശ്രീലങ്ക സന്ദർശനം നടന്ന വർഷം 1918. ശരിയാണ്. തത്വപ്രകാശിത സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. ശരി. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് പൊയ്കേലി യോഹന്നാൻ, അതായത് ശ്രീകുമാര ഗുരുദേവൻ. ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അടുത്ത ചോദ്യം: താഴെ തന്നിരിക്കുന്നവയിൽ സ്വാമി ദയാനന്ദ സരസ്വതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? സ്വാമി ദയാനന്ദ സരസ്വതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന: സ്വാമി ദയാനന്ദ സരസ്വതി 1874 ആര്യ സമാജം സ്ഥാപിച്ചു എന്നുള്ളതാണ് തെറ്റ്. ഓക്കെ, 1875 ആര്യ സമാജം സ്ഥാപിച്ചിരിക്കുന്നത്. ബാക്കി പ്രസ്താവനകൾ: ശുദ്ധി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി ആണ്. ശരി. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് സ്വാമി ദയാനന്ദ സരസ്വതി ആയിരുന്നു. ശരി. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഒരു കൃതിയാണ് സത്യാർത്ഥ ഭൂമിക. ഇത് മൂന്നും ശരിയാണ്. 1875 ആര്യ സമാജം സ്ഥാപിച്ചത്. അത് മാത്രം ഇവിടെ തെറ്റിപ്പോയി. അടുത്ത ചോദ്യം: നിസ്സഹരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ, ഹിമാലയൻ മണ്ടത്തരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ് ഹിമാലയൻ മണ്ടത്തരം എന്ന് നിസ്സഹരണ പ്രസ്ഥാനത്തെ വിശേഷിപ്പിച്ചത്. 90-ാം ആണ്ട് ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. അയ്യങ്കാളി ആയിരുന്നു ഈ സമരത്തിന് നേതൃത്വം നൽകിയത്. ശരിയാണ്. പുലയ സമുദായത്തിലെ കുട്ടികളുടെ സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരി. ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്തായിരുന്നു ഈ പ്രക്ഷോഭണം ആരംഭിച്ചത്. ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്. ഇവിടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, കൊല്ലവർഷം 1190 ഈ ലഹള നടന്നത്, അത് തെറ്റാ. കൊല്ലവർഷം 1990 ലഹള നടന്നത്. അതുകൊണ്ടാണ് 90-ാം ആണ്ട് ലഹള എന്നും അറിയപ്പെടുന്നത്. 1990 ആണ്. ഓക്കെ, വർഷം ചോദിച്ചാൽ 1915 1915 കൊല്ലവർഷം 1990. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന അടിസ്ഥാന വിവരങ്ങളിൽ നിന്നും അവ സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക. ഇവിടെ 4 സൂചനകളാണ് തന്നിരിക്കുന്നത്. വ്യക്തിയെ തിരിച്ചറിയാനാ പറഞ്ഞേക്കുന്നത്. സൂചനകൾ നോക്കാം. 1888 നവംബർ 11-ാം തീയതി ജനിച്ചു. നവംബർ 11 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു സൂചന കിട്ടി. അടുത്തതിലേക്ക് പോവാം. അടിയുറച്ച മതേതര ജനാധിപത്യ വിശ്വാസിയായിരുന്ന ഇദ്ദേഹം ഹിന്ദു മുസ്ലിം ഐക്യത്തിനായി പ്രവർത്തിച്ചു. സൗദി അറേബ്യയിൽ ജനിച്ച ഇദ്ദേഹത്തിന്റെ മാതാവ് അറബ് വംശജയായിരുന്നു. മരണാനന്തര ബഹുമതിയായി രാജ്യം ഭാരതരത്ന നൽകി ഇദ്ദേഹത്തെ ആദരിച്ചു. ആരാണ് ഇദ്ദേഹം? മൗലാന അബുൽ കലാം ആസാദ്. ലോകത്തിലെ ആദ്യ ഭൂപടം നിർമ്മിച്ച ഗ്രീക്ക് ചിന്തകൻ ആരാണ്? അനക്സിമാൻഡർ ആണ് ലോകത്തിലെ ആദ്യ ഭൂപടം നിർമ്മിച്ച ഗ്രീക്ക് ചിന്തകൻ. ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ്. അതിനുള്ള കാരണം എന്താ? ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയാണ്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ രാഷ്ട്രത്തലവൻ തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ആ രാജ്യം എന്താണെന്ന് പറയാം? റിപ്പബ്ലിക് ആണെന്ന് പറയാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവനകൾ: ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളായും അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റൽ സിഗ്നലുകളായും മാറ്റാൻ കഴിവുള്ള ഉപകരണമാണ് മോഡം. മോഡുലേഷൻ, ഡീമോഡുലേഷൻ, അല്ലെങ്കിൽ മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ, അതാണ് മോഡം. ഓക്കെ, ഇനി ലാറ്റക്സ് എന്ന സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തത് ലിസ്ലി ലാംബോർട്ട് ആണ്. ഈ 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം: 1974 ഇന്ത്യയുമായി കച്ചത്തീവ് ഉടമ്പടി ഒപ്പുവെച്ച ശ്രീലങ്കൻ പ്രധാനമന്ത്രി ആരാണ്? സിരിമാവോ ഭണ്ഡാരനായകെ. മിഷൻ ദിവ്യാസ്ത്ര ഇന്ത്യയുടെ ഏത് മിസൈൽ സംവിധാനവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അഗ്നി 5 ബന്ധപ്പെട്ടതാണ് മിഷൻ ദിവ്യാസ്ത്ര. 2024
ഗോൾഡ്മാൻ പരിസ്ഥിതി പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ ആര്? അലോക് ശുക്ല. അലോക് ശുക്ലയാണ് 2024 ഗോൾഡ്മാൻ പരിസ്ഥിതി പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ. ഏത് മേഖലയിലെ പ്രവർത്തനങ്ങൾക്കാണ് 2023 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നർഗീസ് മുഹമ്മദിക്ക് ലഭിച്ചത്? വനിതകളുടെ അവകാശ സംരക്ഷണങ്ങൾക്കായുള്ള പ്രവർത്തനങ്ങൾക്കാണ്. അപ്പോൾ നൊബേൽ സമ്മാനം 2023 ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കാം. ഏത് മേഖലയിലെ പ്രവർത്തനങ്ങൾക്കാണ് 2023 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നർഗീസ് മുഹമ്മദിക്ക് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ വനിതകളുടെ അവകാശ സംരക്ഷണങ്ങൾക്കായുള്ള പ്രവർത്തനങ്ങൾക്കാണ്. അടുത്തത് 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ NEP 2020 പ്രതിപാദിക്കുന്ന CMP എന്നതിന്റെ പൂർണ്ണരൂപം താഴെ പറയുന്നവയിൽ ഏതാണ്? CMP ഇവയൊന്നുമല്ല. CMP എന്നാൽ കരിയർ മാനേജ്മെന്റ് ആൻഡ് പ്രോഗ്രഷൻ എന്നതാണ്. കരിയർ മാനേജ്മെന്റ് ആൻഡ് പ്രോഗ്രഷൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗമാണ് ശൈശവ പരിചരണവും വിദ്യാഭ്യാസവും ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത്? ഏത് ഭാഗമാ? ഭാഗം 4 നിർദ്ദേശക തത്വങ്ങളാണ്. നിർദ്ദേശക തത്വങ്ങൾ. ഭൂമിയിൽ 90 കിലോഗ്രാം ഭാരമുള്ള ഒരു വ്യക്തിയുടെ ചന്ദ്രനിലെ ഭാരം എത്രയായിരിക്കും? 15 കിലോഗ്രാം ആയിരിക്കും. 1/6 ആണ് 15 കിലോഗ്രാം. ഓക്കെ, ബാക്കിയൊക്കെ ഇവരുടെ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള പാർട്ട് ടൈം ടീച്ചർ മലയാളമായിരുന്നു. അപ്പോൾ മലയാളം ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും. ഇനി നമ്മുടെ LDC പരീക്ഷയ്ക്ക് വേണ്ട കുറച്ച് സാഹിത്യം, കല മുതലായ കുറച്ച് ചോദ്യങ്ങൾ ഇതിൽ നിന്ന് ഒന്ന് നോക്കി വയ്ക്കാം. ചോദ്യം, പൂർണ്ണമായ രൂപത്തിൽ അച്ചടിക്കപ്പെട്ട പ്രഥമ മലയാള കൃതി ഏതാണ്? പൂർണ്ണമായ രൂപത്തിൽ അച്ചടിക്കപ്പെട്ട പ്രഥമ മലയാള കൃതി സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥം. ദൂരദർശന്റെ അടിസ്ഥാന മുദ്രാവാക്യം ഏതാ? ദൂരദർശന്റെ അടിസ്ഥാന മുദ്രാവാക്യം സത്യം ശിവം സുന്ദരം. സത്യം ശിവം സുന്ദരം. വൃത്താന്ത പത്രപ്രവർത്തനം എന്ന കൃതി രചിച്ചത് ആര്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം. മാധ്യമം തന്നെയാണ് സന്ദേശം എന്ന സിദ്ധാന്തം രൂപപ്പെടുത്തിയ ചിന്തകൻ ആരാണ്? മാർഷൽ മക് ലൂഹൻ. മാർഷൽ മക് ലൂഹൻ. നവമാധ്യമങ്ങളെ ജനാധിപത്യത്തിലെ 5th എസ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വില്യം എച്ച് ഡാൾട്ടൺ. വില്യം എച്ച് ഡാൾട്ടൺ. മലയാളത്തിലെ ആദ്യത്തെ ഉപഗ്രഹ TV ചാനൽ ഏത്? ഏഷ്യാനെറ്റ് ആണ് മലയാളത്തിലെ ആദ്യത്തെ ഉപഗ്രഹ TV ചാനൽ. മലയാളത്തിലെ ആദ്യത്തെ കലാലയ മാസിക ഏത്? കലാലയ മാസിക വിദ്യാസംഗ്രഹം. വിദ്യാസംഗ്രഹം. റേഡിയോ കണ്ടുപിടിച്ചത് ആര്? റേഡിയോ കണ്ടുപിടിച്ചത് ഗുഗ്ലിമോ മാർക്കോണി. ഗുഗ്ലിമോ മാർക്കോണിയാണ് റേഡിയോ കണ്ടുപിടിച്ചത്. ഇന്ത്യയിൽ ടെലിവിഷൻ സംരക്ഷണം ആരംഭിച്ചത് എന്ന്? ടെലിവിഷൻ സംരക്ഷണം ആരംഭിച്ചത് 1959 സെപ്റ്റംബർ 1 ടെലിവിഷൻ സംരക്ഷണം ആരംഭിച്ചത്. തിരുവനന്തപുരത്ത് ഉത്രം തിരുനാളിന്റെ സഹായത്തോടെ ഈശ്വരപിള്ള വിചാരിപ്പുകാർ ആരംഭിച്ച മുദ്രാലയം ഏതാണ്? കേരളോദയമാണ്. കേരളോദയം. അടുത്ത ചോദ്യം, താഴെ കൊടുക്കുന്ന ആട്ടക്കഥകളിൽ കോട്ടയം കൃതികളിൽ ഉൾപ്പെടാത്തത് ഏത്? കോട്ടയം കൃതികളിൽ ഉൾപ്പെടാത്തത് രാജസൂയമാണ്. രാജസൂയം. ഗണപതി, പടിവട്ടം, കലാശം, മുന്നരങ്ങ് എന്നീ ചടങ്ങുകൾ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തുള്ളലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തുള്ളൽ. കേരളത്തിലെ രണ്ടാമത്തെ നിശബ്ദ ചലച്ചിത്രം ഏതാണ്? കേരളത്തിലെ രണ്ടാമത്തെ നിശബ്ദ ചലച്ചിത്രം മാർത്താണ്ഡവർമ്മ. ആദ്യത്തേതോ? വിഗതകുമാരനാണ്. വിഗതകുമാരൻ. ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം ബാലൻ. ചേര രാജാക്കന്മാരുടെ ശാസനങ്ങളിൽ ഏറ്റവും പഴയത് ഏതാണ്? വാഴപ്പള്ളി ശാസനം. വാഴപ്പള്ളി ശാസനം. കേരള ഭാഷയെ സംസ്കൃത ഹിമഗിരി ഗളിത എന്ന് വിശേഷിപ്പിക്കുന്ന പദ്യശകലം ഉൾക്കൊള്ളുന്ന വ്യാകരണ ഗ്രന്ഥം ഏത്? കേരള കൗമുദി. കേരള കൗമുദി. കഥകളിയിൽ തഞ്ചേടാട്ടം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന സമ്പ്രദായം ഏതാണ്? ഇളകിയാട്ടമാണ്. ഇളകിയാട്ടം. ചിരിക്കുന്ന കഥ കേട്ടാലിരിക്കുമായതല്ലെങ്കിൽ തിരിക്കുമങ്ങനെ ഭാവിച്ചിരിക്കുന്ന ഭടന്മാരെ ചിരിക്കാതെ രസിപ്പിക്കാൻ ഒരിക്കലും എളുതല്ല. ഈ വരികൾ നമ്പ്യാരുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്?
കുംഭകർണ വധം. രാരിച്ചൻ എന്ന പൗരൻ എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? ഉറൂബാണ്. ഉറൂബ്. പത്താക്ക് എന്ന നാണയം ഏത് വൈദേശിക ശക്തിയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ടതാണ് പത്താക്ക്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വതന്ത്ര ഇന്ത്യയിൽ വഴിനടപ്പ് അവകാശത്തിനു വേണ്ടി നടന്ന സമരം ഏത്? പാലിയം സമരം. പാലിയം സമരം. വൈക്കം സത്യാഗ്രഹവും സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്നെയായിരുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൂഴിക്കുളം കച്ചവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? മൂഴിക്കുളം കച്ചം ക്ഷേത്രവസ്തുക്കളുടെ ദുർവിനിയോഗവും ഊരാളന്മാരുടെ പ്രവർത്തികളും നിയന്ത്രിക്കുന്നതിനുള്ള ശ്രമം. അതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. തോറ്റില്ല എന്ന നാടകത്തിന്റെ രചയിതാവ് ആര്? തോറ്റില്ല, തകഴി ശിവശങ്കരപിള്ള. സാധുജന പരിപാലന യോഗം സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? 1905. 1905. ഫോക്ലോർ എന്ന പദം ആദ്യം ഉപയോഗിച്ച ഗവേഷകൻ ആര്? ഫോക്ലോർ എന്ന പദം വില്യം ജോൺ തോംസ്. വില്യം ജോൺ തോംസ് ആണ്. ഈ ഫോക്ലോറുകളെ ബന്ധപ്പെട്ട ചോദ്യം അവരുടെ സബ്ജക്റ്റുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അടുത്തത്, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യാ വൈകുണ്ഠ സ്വാമികൾ. സദാരാമ എന്ന സംഗീത നാടകത്തിന്റെ രചയിതാവ് ആര്? KC കേശവപിള്ള. KC കേശവപിള്ള. കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാല ഏതാ? തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയാണ് കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാല. ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ ആധികാരിക രേഖ എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാ ഗാന്ധിയാണ്. മഹാത്മാ ഗാന്ധി. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ വിട്ട് കളയരുത് എന്നുള്ള വസ്തുത മനസ്സിലായല്ലോ. ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എത്രയെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും PSC ഏതെങ്കിലുമൊക്കെ പരീക്ഷ നടത്തുന്നുണ്ടെങ്കിൽ ഡെയിലി PSCയുടെ എക്സാംസ് കാണും. അപ്പോൾ അത് നോക്കി നമുക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് പഠിക്കുക. അത് ഇനി വരുന്ന പരീക്ഷകൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. റീസെന്റ് ആയിട്ട് നടത്തിയ എക്സാം ആണേ. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്യണേ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.